the country as Yuva Morcha have traveled everywhere. But nowhere in the country, and I repeat, nowhere in the country, do I see the kind of dedication, hard work, commitment to ideology that I see in the Karyakartas of Kerala. You are inspiration for every single Karyakarta of the RSS, the BJP and the Sangh Parivar. Salutations, Sashtanga Pranam at the feet of every single Karyakarta of Kerala. Namaskar to all. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിലും യുവമോർച്ചയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ എന്ന നിലയിലും ഞാൻ രാജ്യമെമ്പാടും ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആവർത്തിച്ചു പറയട്ടെ, രാജ്യത്ത് ഒരിടത്തും കേരളത്തിലെ സാധാരണ പ്രവർത്തകർ കാണിക്കുന്ന ആത്മാർത്ഥതയും കർത്തവ്യബോധവും സമർപ്പണബോധവും ഞാൻ രാജ്യത്ത് എങ്ങും തന്നെ കണ്ടിട്ടില്ല. ഇത്രയും ആത്മാർത്ഥതയുള്ള നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വീണ്ടും സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. Friends, this great land, unfortunately, for the last 70 years, has been misruled and misgoverned by Congress and the Communist Party in succession. The land which had the potential to be the growth engine of the country is now today lacking in development, is behind on very important parameters of growth, and the youth of this state are going out of the state in search of employment and jobs. I represent Bengaluru. Many of you, young people, thousands of you come to Bangalore, opportunity in Kerala. But it is not because the young of Kerala are not talented. ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരാണ് ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഓരോ ദിവസവും കേരളത്തിൽ പുതിയ പുതിയ അഴിമതി കഥകൾ പുറത്തു വരികയാണ്. ഓരോ ദിവസത്തെയും പത്രം പുറത്തിറങ്ങുന്നത് സർക്കാരിന്റെ പുതിയ പുതിയ അഴിമതി കഥകളുമായാണ്. അത് സോളാർ കേസാകട്ടെ, ലൈഫ് മിഷൻ ആകട്ടെ, ആഴക്കടൽ മത്സ്യബന്ധനത്തെ പറ്റി ആകട്ടെ, സ്വർണ്ണക്കടത്തായിക്കൊള്ളട്ടെ, അങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ അഴിമതി കഥകളാണ് കേരളത്തെ പറ്റി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇല്ലാതെയാക്കണം. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഈ അവസ്ഥ മാറ്റപ്പെടേണ്ടതാണ്. This is not only a corrupt government, it is also an ineffective, incompetent government that does not work. Today, when I was coming, our state president told me that the Alappuzha bypass that we crossed was pending from the last 40 years. In the same way, the Kollam bypass was also pending from 1970. All of these governments have only made empty promises. I was told that in other places, where there is a will, there is a way. But in Kerala, in communist government, it is only survey, survey and survey. For 70 years, this has been the model of governance. Only after Narendra Modi became Prime Minister, the things have changed. The four decade-old Alappuzha bypass got inaugurated thanks to Narendra Modi. The Kollam bypass, which was pending from 1970, got inaugurated because of Prime Minister Narendra Modi. Modi means development. Modi means good governance. Pinarayi means scam. Pinarayi means bad development. ഈ സർക്കാർ അഴിമതി നിറഞ്ഞ സർക്കാർ മാത്രമല്ല, കഴിവില്ലാത്ത, പ്രവർത്തനക്ഷമതയില്ലാത്ത, കെടുകാര്യസ്ഥതയുടെ സർക്കാർ കൂടിയാണ് കേരളത്തിലേത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ, കാറിൽ സഞ്ചരിക്കുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ പറയുകയായിരുന്നു, നാം ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ആലപ്പുഴ ബൈപ്പാസ് അത് കഴിഞ്ഞ 40 വർഷമായി മുടങ്ങിക്കിടന്ന ഒരു ബൈപ്പാസ് ആണ്. അത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് അതിന് ജീവൻ വെച്ചതും അത് യാഥാർത്ഥ്യമായതും. അതുമാത്രമല്ല, കൊല്ലത്ത് ദേശീയപാതയിലുള്ള ബൈപ്പാസ് 1970 തറക്കല്ലിട്ട ബൈപ്പാസ് ആണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പായത്. നാം കേട്ടിട്ടുള്ളത്, മനസ്സുവെച്ചാൽ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഒരു മാർഗവുമുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ കേരളത്തിൽ ഇന്ന് ആകെ നടക്കുന്നത് സർവേ മാത്രമാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധമായ നടപടിക്രമങ്ങളും ഉണ്ടാകുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ സംസ്ഥാനത്ത് മാറ്റമുണ്ടാകുന്നത്. നന്ദി ശ്രീ നരേന്ദ്രമോദി. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ സർക്കാരാണ്, കെടുകാര്യസ്ഥതയുടെ സർക്കാരാണ്, പിൻവാതിൽ നിയമനത്തിന്റെ സർക്കാരാണ്. മോദി സർക്കാരാകട്ടെ വികസനത്തിന്റെ സർക്കാരാണ്.
Friends, while there is no development and there is only corruption on one hand, on the other hand, this state government, led by the communist dictator Pinarayi Vijayan, is promoting and encouraging radical Islamic terrorism in Kerala, which is a threat for the whole country. And today, from this important stage, I want to dare him. Try however much you want. The Yuva Morcha and the BJP will stand strong against this design of yours to make Kerala a hotbed of Islamic terror. We will fight at every step, and we will win in this fight. This is the sankalp that the Yuva Morcha Karyakartas are making in Kerala today. Fight, we are with you, we will stand with you, we will win this fight. ഇന്ന് കേരള സംസ്ഥാനത്ത് എല്ലാ ദിവസവും ഒരു സംഘപ്രവർത്തകൻ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രവർത്തകൻ കൊല്ലപ്പെടുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സംസ്ഥാനത്ത് SDPI ആകട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആകട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ, പിണറായി വിജയന്റെ ഭരണത്തിൽ തഴച്ചു വളരുകയാണ്. ഇവർക്ക് എല്ലാവർക്കും വേണ്ട ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു നൽകുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. ഞാൻ ഈ യോഗത്തിൽ വരുന്നതിന് മുൻപായി ആലപ്പുഴയിലെ തുറവൂരിൽ കൊല്ലപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നന്ദുവിന്റെ വീട് സന്ദർശിച്ചിട്ടാണ് വരുന്നത്. എന്തായിരുന്നു നന്ദു ചെയ്ത കുറ്റം? 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നിരപരാധിയായ നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ, വൃദ്ധരായ അച്ഛനും അമ്മയ്ക്കും ഏക മകൻ. നന്ദു ചെയ്ത കുറ്റം, അദ്ദേഹം BJPയിൽ വിശ്വസിച്ചു, RSSൽ പ്രവർത്തിച്ചു, യുവമോർച്ചയുടെ പ്രവർത്തകനായി എന്നത് മാത്രമാണ്. ഇന്ന് ഞാൻ അവിടെ സന്ദർശിച്ചതിന് ശേഷം നന്ദുവിന്റെ നിർഭാഗ്യവതിയായ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ഒരു മകനെ നഷ്ടമായിട്ടുണ്ട് എങ്കിൽ യുവമോർച്ചയുടെ ആയിരക്കണക്കിന് മക്കൾ അമ്മയുടെ മക്കളായി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയിട്ടാണ് ഞാൻ ഇന്ന് മടങ്ങി വന്നിരിക്കുന്നത്. ആ അമ്മയോട് വാഗ്ദാനം ചെയ്യുകയായിരുന്നു, അമ്മയുടെ നന്ദു ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്തു തരുമായിരുന്നോ ആ കാര്യങ്ങളെല്ലാം തന്നെ യുവമോർച്ച പ്രവർത്തകർ ഏറ്റെടുത്ത് ചെയ്യുമെന്ന് ഉറപ്പ് കൂടി നൽകിയിട്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് വന്നത്. എനിക്കിവിടെയുള്ള യുവമോർച്ച BJP സംഘപ്രവർത്തകരോട് പറയാനുള്ളത്, ഈ രാജ്യം മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ ധൈര്യമായി നിങ്ങളുടെ കർത്തവ്യം ചെയ്യുക. നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഈ രാജ്യത്തെ കോടിക്കണക്കിന്. Politics for the BJP in Kerala is not just to come to power in the state. This is not a fight for power. This is not a fight for satta. This is not to make any of our leaders just a chief minister. This fight here in Kerala is a civilizational battle for us. We are fighting this battle because we want to save this great culture, save this great land, save this great language. We want to protect this from the radical Islamic onslaught. That is the great fight that all of us are doing. And this cannot be fought only by ourselves. I also call upon all our young Christian brothers and sisters to join the hand that is happening in Kerala. We must come together to fight against this enemy. ഇന്ന് ഈ സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന പോരാട്ടം കേവലം രാഷ്ട്രീയമായ പോരാട്ടമല്ല. അധികാരത്തിന് വേണ്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നത്. ഈ വേദിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമല്ല ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്തിട്ടുള്ളത്. മറിച്ച് ഇതൊരു സാംസ്കാരികമായ പോരാട്ടമാണ്. നമ്മളുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ മഹത്തായ നാടിനെ, നമ്മുടെ ഭാഷയെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ വിശ്വാസത്തെ ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായ പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ നാടിനെ മുസ്ലിം തീവ്രവാദികളുടെ കയ്യിൽ നിന്നും രക്ഷിക്കാനുള്ള സാംസ്കാരിക പോരാട്ടം കൂടിയാണ് ഓരോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരും ചെയ്യുന്നത്. ഇത് കേവലം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ മാത്രം ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു പോരാട്ടമല്ല. അതുകൊണ്ട് ഞാൻ ഈ നാട്ടിലെ ഇതര സമുദായങ്ങളെ കൂടി, ക്രിസ്ത്യൻ സമുദായം അടക്കമുള്ള ക്രിസ്ത്യൻ സമുദായത്തിലെ യുവാക്കൾ അടക്കമുള്ളവരോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം നിൽക്കണം. ഞങ്ങളോട് തോളോട് തോൾ ചേർന്ന് പോരാടണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ, സംസ്കാരത്തെ, ഭാഷയെ, നമ്മുടെ നാടിനെ ലവ് ജിഹാദിൽ നിന്ന്, ലാൻഡ് ജിഹാദിൽ നിന്ന്, ഹലാൽ ജിഹാദിൽ നിന്നും ഒക്കെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. Friends, Kerala has a large young population. As the youth wing president of the BJP, I want to ask all of you,
Communism is a dead ideology. Communism is a rejected ideology. Communism is a failed ideology. Discard that ideology. Discard that party. Leave the Communist Party. Come and join the Bharatiya Janata Party, which is the party of the future. Come and join with us. Let us build a new Kerala. Let us build a new India. ഞാൻ കേരളത്തിലെ ധാരാളം യുവജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഞാൻ കേരളത്തിലെ യുവാക്കളോട് പറയുകയാണ്, കമ്മ്യൂണിസം എന്നുള്ളത് മരിച്ച ആശയമാണ്. കമ്മ്യൂണിസം എന്നുള്ളത് തിരസ്കരിക്കപ്പെട്ട ആശയമാണ്. കമ്മ്യൂണിസം എന്നുള്ളത് പരാജയപ്പെട്ട ആശയമാണ്. ലോകമെമ്പാടും പരാജയപ്പെട്ട ആശയമാണ് കമ്മ്യൂണിസം. അതുകൊണ്ട് ഞാൻ കേരളത്തിലെ യുവാക്കളോട് പറയുന്നു, നിങ്ങൾ പരാജയപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട, മരിച്ച ആശയം ഉപേക്ഷിച്ച് ഭാവിയുടെ ആശയമായ, പ്രതീക്ഷയായ ഭാരതീയ ജനതാ പാർട്ടിയിൽ അണിചേരാൻ ഞാൻ കേരളത്തിലെ യുവാക്കളെ ആഹ്വാനം ചെയ്യുകയാണ്. Friends, communism has been rejected in Cuba. Communism has failed in Russia. Communism has failed in China. Communism has failed in every part of the world. Communism has also been rejected in West Bengal. Now it is the time of Kerala to reject this pernicious, dirty ideology of communism. Let us throw communism out. Communism is history. BJP is future. കമ്മ്യൂണിസത്തിന്റെ കാലം കഴിഞ്ഞു. ഇനി വരുന്നത് താമരക്കാലമാണ്. This is the Bharatiya Janata Party. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഭയപ്പെട്ടു, അവിടങ്ങളിലെല്ലാം തിരസ്കാരം ഏറ്റുവാങ്ങിയ ആശയം കൂടിയാണ്. വെസ്റ്റ് ബംഗാളിൽ കമ്മ്യൂണിസം തിരസ്കരിക്കപ്പെട്ടു. ഇനി കേരളത്തിന്റെ അവസരമാണ്. ഈ പഴകിത്തേഞ്ഞ നാറിയ കമ്മ്യൂണിസത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട്, ചരിത്രമായ കമ്മ്യൂണിസത്തെ മറന്ന് ഭാവിയുടെ പ്രതീക്ഷയായ ഭാരതീയ ജനതാ പാർട്ടിയിലാണ് അണിചേരേണ്ടത്. ഇനി വരാനിരിക്കുന്നത് താമരക്കാലമാണ്. Friends, many ask me, do you really think BJP will grow in Kerala? Every election you say we will form government. Every election you will say we will improve. But it seems very unlikely. It seems difficult. It seems very far. Can BJP really win in Kerala? A lot of political commentators keep asking this question. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ കേരളത്തിൽ BJP അധികാരത്തിൽ വരുമോ? നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പറയും, ഞങ്ങൾ ഞങ്ങളുടെ വോട്ട് നിരവധി സീറ്റുകളിൽ വിജയിക്കും, ഞങ്ങൾ അധികാരത്തിൽ വരും എന്നൊക്കെ. പല രാഷ്ട്രീയ പണ്ഡിതന്മാരും എന്നോട് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ഇത് ഉടനെ എങ്ങാനും നടക്കുമോ? കാരണം ഇത് വളരെ ബുദ്ധിമുട്ടേറിയ, പ്രയാസമേറിയ ഒരു സംഗതിയാണ്. BJP സമീപകാലത്തെങ്ങാനും കേരളത്തിൽ അധികാരത്തിൽ വരുമോ? I want to remind all of you, the BJP started with only a few people, handful of people. We will keep winning the hearts of Keralites until in the next election, in the coming election, we will form a complete majority Bharatiya Janata Party Sarkar in Kerala. BJP is the present, BJP is the future. Congress and Communists are history. Throw them into the dustbin. Come. ഞാൻ ഈ സംശയങ്ങൾ ഉന്നയിക്കുന്നവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് കൈവിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ കൊണ്ട് തുടങ്ങിയ ഒരു പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത് കേവലം 2 MP-മാർ മാത്രമായിരുന്നു എങ്കിൽ ഈ 2021-ൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 303 MP-മാരാണ് ഉള്ളത്. അതേപോലെ ഓരോ ഹൃദയവും നേടിയെടുത്തുകൊണ്ട് കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരും, സർക്കാർ രൂപീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടിയാണ് വർത്തമാനകാലത്തിന്റെ പാർട്ടിയാണ്, ഭാവിയുടെ പാർട്ടിയാണ്. ചരിത്രമായ പഴകിത്തേഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ ഞാൻ കേരളത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. Friends, lastly I want to tell you all one thing. The Bharatiya Janata Party, in the last so many years of our growth, has grown in all parts of north of this country, in the northern part of this country. Now, it is the responsibility of all of us coming from the south of India to that the Ashwamedha Yajna of making
thinking that Bharat Mata, the greatest power on earth, will be given strength by increasing the strength of the Bharatiya Janata Party in the south of this country. The next government that we will form will be in Telangana, in Andhra Pradesh, in Kerala and in Tamil Nadu. Karnataka say I come. We have already taken the lead and shown how a state government of BJP can change things in Karnataka. I ask all of my young brothers. കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഊഴമാണ്. ദക്ഷിണേന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അശ്വമേധ യജ്ഞത്തെ ദക്ഷിണേന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നാം ഓരോരുത്തരുടെയും കടമ. ഭാരതാംബയെ ശക്തിപ്പെടുത്തുന്ന ആ മഹായജ്ഞത്തിൽ പങ്കാളികളാകാൻ ഞാൻ ദക്ഷിണേന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ്. അടുത്ത നമ്മൾ ഉടൻ തന്നെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാടിലും കേരളത്തിലുമൊക്കെ സർക്കാരുകൾ ഉണ്ടാക്കാൻ പോവുകയാണ്. കർണാടക നമുക്ക് ഒരു മാതൃക കാട്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദക്ഷിണേന്ത്യയിലെ യുവജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ കർണാടകയുടെ മാതൃക പിന്തുടരുക. ഭാരതത്തിന്റെ ചരിത്രത്തിൽ, ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പുതിയ യുഗം രചിക്കാൻ, പുതിയ വികസന സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ എല്ലാവരും ഈ അശ്വമേധ യജ്ഞത്തിൽ പങ്കാളികളാകാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. Malayalam is a great language. The sound of the Malayalam language itself is like the mantra. It has so much power. I request all of you to join me in saying a few slogans. I will tell a slogan and you will tell Namukku Venam BJP. Yes, മലയാളം എന്നുള്ളത് ഒരു മഹത്തായ ഭാഷയാണ്. മലയാളത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ ആ മലയാള ഭാഷ കേൾക്കുന്നത് തന്നെ മന്ത്രം കേൾക്കുന്നത് പോലെ സുഖമുള്ള ഒരു കാര്യമാണ്. മന്ത്രത്തെ പോലെ ശക്തമായ ഭാഷയാണ് മലയാളം. അതുകൊണ്ട് ഞാൻ നിങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഏറ്റുപറയണം. നമുക്ക് വേണം ബിജെപി. നമുക്ക് വേണം ബിജെപി. നമുക്ക് വേണം ബിജെപി. നമുക്ക് വേണം ബിജെപി. അഴിമതി ഭരണം ഇല്ലാതാക്കാൻ. അഴിമതി ഭരണം ഇല്ലാതാക്കാൻ. നമുക്ക് വേണം ബിജെപി. നമുക്ക് വേണം ബിജെപി. അതായത് അഴിമതി ഭരണം ഇല്ലാതാക്കാൻ എന്ന് അദ്ദേഹം വിളിക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണം ബിജെപി എന്ന് പറയണം. അഴിമതി ഭരണം ഇല്ലാതാക്കാൻ. നമുക്ക് വേണം ബിജെപി. അഴിമതി ഭരണം ഇല്ലാതാക്കാൻ. നമുക്ക് വേണം ബിജെപി. യുവജനതക്ക് തൊഴിൽ നൽകാൻ. നമുക്ക് വേണം ബിജെപി. വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ. നമുക്ക് വേണം ബിജെപി. തീവ്രവാദം ഇല്ലാതാക്കാൻ. നമുക്ക് വേണം ബിജെപി. കൈ ഉയർത്തി. തീവ്രവാദം ഇല്ലാതാക്കാൻ. നമുക്ക് വേണം ബിജെപി. കൊലപാതക രാഷ്ട്രീയം ഇല്ലാതാക്കാൻ. നമുക്ക് വേണം ബിജെപി. വികാസം ഇവിടെ സാധ്യമാക്കാൻ. നമുക്ക് വേണം ബിജെപി. നമുക്ക് വേണം ബിജെപി. നമുക്ക് വേണം ബിജെപി. നമുക്ക് വേണം ബിജെപി. സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. ഭാരത് മാതാ കി. ഭാരത് മാതാ കി. വന്ദേ വന്ദേ വന്ദേ. I make my Sirasashtanga pranams at the lotus feet of Adi Shankara, Narayana Guru, Ayankari, and all the great sons and daughters of Kerala. Thank you so much for listening to me. ആദിശങ്കരന്റെയും ശ്രീനാരായണ ഗുരുദേവനും അടക്കമുള്ള സന്യാസി വര്യന്മാരുടെ പദാരവിന്ദങ്ങളിൽ എന്റെ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്ദേ മാതരം. ഈ ജാഥയ്ക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ യുവജന സമര നായകൻ, വിജയയാത്രയുടെ നായകൻ കെ സുരേന്ദ്രൻ നമ്മളോട് സംസാരിക്കുന്നു. വിജയയാത്രയുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി യുവഭാരതത്തിന്റെ അജയ്യനായ നേതാവ്, കർണാടകയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ നേതാവ്, പ്രിയങ്കരനായ ശ്രീ തേജസ്വി സൂര്യ MP അവറുകൾ, സന്നിഹിതരായിട്ടുള്ള മറ്റ് ആദരണീയരായിട്ടുള്ള നേതാക്കളെ, ഈ 10 മണിയോടടുക്കുമ്പോഴും ഞങ്ങളെ വരവേൽക്കാൻ ഇവിടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. തേജസ്വി സൂര്യ ബംഗാളിൽ യുവമോർച്ചയുടെ സമരത്തിന് ചെന്നപ്പോൾ മമതാ ബാനർജിയുടെ പോലീസ് തേജസ്വി സൂര്യയെയും യുവജന നേതാക്കളെയും മൃഗീയമായി മർദ്ദിക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. അന്ന് അവിടുത്തെ യുവാക്കൾ പ്രതിജ്ഞയെടുത്തു,
മമതാ ബാനർജിയെ ബംഗാളിൽ നിന്ന് നാട് കടത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കുമെന്നുള്ളത്. കേരളത്തിലും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് നമ്മൾ. ഇവിടെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് തേജസ്വി സൂര്യ അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത്. നമ്മുടെ മലയാളികൾ മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ ആകെയുള്ള കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ്, നമ്മുടെ മനസ്സിലെ ആരാധ്യ ദേവതയാണ് ഭഗവാൻ അയ്യപ്പൻ. കേരളത്തിലും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് നമ്മൾ. ഇവിടെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് തേജസ്വി സൂര്യ അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത്. നമ്മുടെ മലയാളികൾ മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ ആകെയുള്ള കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ്, നമ്മുടെ മനസ്സിലെ ആരാധ്യ ദേവതയാണ് ഭഗവാൻ അയ്യപ്പൻ. അയ്യപ്പന്റെ നാട്ടിലേക്ക് ഈ രാജ്യത്ത് നിന്ന് എവിടെ നിന്ന് ഭക്തജനങ്ങൾ വരുമ്പോഴും അവരിറങ്ങി ഇടത്താവളമായി ഉപയോഗിക്കുന്ന ഗേറ്റ് വേ ഓഫ് ശബരിമലയാണ് ചെങ്ങന്നൂർ. അതുകൊണ്ട് ചെങ്ങന്നൂരിലെ പ്രവർത്തകർക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ, ശബരിമലയെ തകർക്കാൻ പിണറായി വിജയൻ സർക്കാർ അവിശ്വാസികളെ മലകയറ്റാൻ പരിശ്രമം നടത്തിയപ്പോൾ, ശബരിമലയിലെ വിശ്വാസികളെ വേട്ടയാടിയപ്പോൾ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന അമ്മമാർ, സഹോദരിമാർ, ചെറുപ്പക്കാർ എല്ലാവരും ശക്തമായി പോരാടിയാണ് ആ നീക്കങ്ങളെ പരാജയപ്പെടുത്തിയത്. ശബരിമലയിൽ നിയമനിർമ്മാണം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ വിശ്വാസികളെ കബളിപ്പിക്കാൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്നാൽ ശബരിമലയെ തകർക്കാൻ പിണറായി വിജയൻ ഗവൺമെന്റ് പരിശ്രമിച്ചപ്പോൾ അതിനെ നട്ടലോടുകൂടി നിവർന്നു നിന്ന് നേരിട്ട് പോരാടി വിജയം വരിച്ചവരാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ BJP പ്രവർത്തകർ മാത്രമല്ല, രാജ്യവ്യാപകമായുള്ള ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ശബരിമല സംരക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധരാണ്. എന്നാൽ രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ പ്രസിഡന്റ്, ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ തീരുമാനം വന്ന സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത നേതാവാണ്. കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ വഞ്ചിക്കുന്ന സമീപനമാണ് എടുത്തത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി എവിടെയെല്ലാം ക്യാമ്പയിന് പോയോ അവിടെയെല്ലാം കോൺഗ്രസ് തോറ്റ് തുന്നം പാടിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അനുഭവമാണ്. രാഹുൽ ഗാന്ധി പോകാത്ത 44 സീറ്റുകൾ കേരളത്തിലെ 19 കഴിച്ച് രാഹുൽ ഗാന്ധി പ്രചരണത്തിന് പോവാത്ത 22 സീറ്റുകളാണ് അവർ ജയിച്ചത്. ബാക്കി എവിടെയെല്ലാം രാഹുൽ ഗാന്ധി പ്രചാരണത്തിന് പോയിട്ടുണ്ട് അവിടെയെല്ലാം കോൺഗ്രസ് തോറ്റു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കൊല്ലത്ത് വന്ന് ഒരു അഭ്യാസ പ്രകടനം നടത്തി. രാഹുൽ ഗാന്ധി ഒന്ന് കടലിൽ ചാടി ഒരു 2 മണിക്കൂർ നേരം അദ്ദേഹം കടലിൽ നീന്തി എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് എന്തായാലും അങ്ങനെ ഒരു പരിശീലനം വളരെ അത്യാവശ്യമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് കടലിൽ ചാടി മരിക്കേണ്ട ഗതികേടാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധി രാജ്യവ്യാപകമായി പ്രചരണം നടത്തിയാൽ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കി ദയവായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയെ ഇങ്ങോട്ട് അധികം വിളിച്ചു വരുത്തരുത് എന്നാണ്
ഈ നാട്ടിലെ ജനങ്ങള് കോൺഗ്രസിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. സിപിഎമ്മിന്റെ ദുർഭരണം കേരളത്തിൽ ഇത്രയും ശക്തമായി നടക്കുമ്പോൾ ഒരക്ഷരം ശബ്ദിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം പത്രങ്ങളും ചാനലുകളൊക്കെ പറഞ്ഞു, ചരിത്രത്തിൽ ആദ്യമായി രാഹുൽ ഗാന്ധി പിണറായി വിജയനെ വിമർശിച്ചിരിക്കുന്നു. വലിയ വാർത്തയാണ് കേരളത്തിൽ. രാഹുൽ ഗാന്ധി ഒരു വാക്ക് പിണറായി വിജയനെ വിമർശിക്കുന്നത് വാർത്തയാവുന്നത് എന്തുകൊണ്ടാണ്? അതിനർത്ഥം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പിണറായി വിജയനെ വിമർശിക്കുന്നവരല്ല എന്നല്ലേ, പിണറായി വിജയനെ സഹായിക്കുന്നവരാണ് എന്നുള്ളതല്ലേ. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കേരളത്തിലെ സാങ്കേതിക പ്രതിപക്ഷം എന്താണ് ഈ ഗവൺമെന്റിനെതിരായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നിൽക്കുകയല്ലേ തിരുവൻവണ്ടൂർ പഞ്ചായത്ത്. ആരാണ് അവിടെ ഒരുമിച്ച് ഭരിക്കുന്നത്? ആരാണ് അവിടെ ബിജെപിയെ താഴെയിറക്കാൻ പരസ്പരം സഹായിച്ചത്, സഹകരിച്ചത്? കേരളത്തിന്റെ LDF UDF സഹകരണത്തിന്റെ ഉത്തമമായിട്ടുള്ള മാതൃകയാണ് ചെങ്ങന്നൂർ മണ്ഡലം, തിരുവൻവണ്ടൂർ പഞ്ചായത്ത്. ഇങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഈ മാതൃക ശക്തമാണ് കേരളത്തിൽ. പ്രിയപ്പെട്ടവരെ, വികസനമില്ലാത്ത നാടായി, അഴിമതിക്കാരുടെ നാടായി, തീവ്രവാദികളുടെ ഭീകരവാദികളുടെ നാടായി കേരളത്തെ രണ്ട് മുന്നണികളും ചേർന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ രണ്ട് മുന്നണികളും കേരളത്തെ കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം വഞ്ചിക്കുകയായിരുന്നു. ജനങ്ങളുടെ ഒരു വികസന പ്രവർത്തനവും അവർ നടത്തിയിട്ടില്ല. വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു 5 കൊല്ലം കൊണ്ട് 25 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കും. ഒരു വർഷം 5 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. 5 വർഷം കൊണ്ട് 25 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം. കേരളത്തിൽ ആർക്കാ തൊഴിൽ കൊടുത്തത്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത 60 ലക്ഷം ആളുകൾക്കും ഒരു തൊഴിലുമില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി റദ്ദാക്കി. നിയമനം നിരോധിച്ചു. സമ്പൂർണ്ണ നിയമന നിരോധനം നടപ്പാക്കി. പുറംവാതിൽ നിയമനങ്ങൾ മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ കാലത്ത് നടന്നത്. ചെറുപ്പക്കാർ തെരുവിൽ സമരം ചെയ്തു. സർക്കാർ പുറംവാതിൽ നിയമനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് എടുത്തത്. ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർക്ക്, സിപിഎമ്മിന്റെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കെല്ലാം, ബന്ധുക്കൾക്കെല്ലാം തൊഴിൽ കൊടുക്കുന്ന ബാക്ക്ഡോർ നിയമനങ്ങളിലൂടെ തൊഴിൽ കൊടുക്കുന്ന ഒരു സർക്കാരാണിത്. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ചെറുപ്പക്കാരെ വഞ്ചിച്ചു, സ്ത്രീകളെ വഞ്ചിച്ചു, തൊഴിലാളികളെ വഞ്ചിച്ചു, പാവപ്പെട്ട കർഷകരെ വഞ്ചിച്ചു. ചെങ്ങന്നൂരിൽ, നമുക്ക് കല്ലിയൂരിലും മറ്റുമല്ല, ഇവിടെയെല്ലാം ചെന്നാൽ ഈ മൺപാത്ര നിർമ്മാണം, ഓട്ടുപാത്ര നിർമ്മാണത്തിന്റെ ആയിരക്കണക്കിന്, കല്ലിശ്ശേരിയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. പരമ്പരാഗത വ്യവസായം, എത്രയോ കാലമായിട്ട് അവർ തൊഴിലെടുത്ത് ജീവിക്കുന്നത്. പാവപ്പെട്ടവരുടെ സർക്കാരാണെന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 5 കൊല്ലം അവരോട് കാണിച്ച വഞ്ചന. അവർക്ക് ജീവിതം ഇന്ന് നഷ്ടമായിരിക്കുകയാണ്, അവരുടെ തൊഴിൽ നഷ്ടമായിരിക്കുകയാണ്, തകർന്നിരിക്കുകയാണ് അവിടുത്തെ പരമ്പരാഗത വ്യവസായം. വെള്ളി കൊണ്ട് കൊലുസുകൾ ഉണ്ടാക്കി ഉപജീവന മാർഗം തേടുന്ന ആയിരക്കണക്കിന് ആളുകളുള്ള മണ്ഡലമാണിത്. വെള്ളി കൊലുസുണ്ടാക്കുന്നവർ, വെള്ളി ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇന്ന് കഞ്ഞി കുടിക്കാൻ വകയില്ല, തിരിഞ്ഞു നോക്കാൻ ആളില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഗവൺമെന്റ് ആലപ്പുഴയിലെ കയർ വ്യവസായം സമ്പൂർണ്ണമായിട്ട് തകർത്തു. 10,000-കണക്കിന് ആളുകളുടെ ജീവിതം വഴിമുട്ടി. കൊല്ലത്ത് എന്നാൽ കശുവണ്ടി വ്യവസായ മേഖല സമ്പൂർണ്ണമായിട്ട് തകർത്തു. ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ തൊഴിലെടുക്കുന്നത്. ഉപജീവനം മുട്ടി. കയറാവട്ടെ, കശുവണ്ടിയാവട്ടെ, മൺപാത്ര നിർമ്മാണമാവട്ടെ, ബീഡി തെറിപ്പാവട്ടെ, കൊലുസുണ്ടാക്കുന്നവരാവട്ടെ, സാധാരണ കലമുണ്ടാക്കുന്നവരാവട്ടെ, ഇവരുടെ എല്ലാം ജീവിതം വഴിമുട്ടിച്ചു പിണറായി വിജയൻ സർക്കാർ, കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാർ. എന്താ കാരണം? പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം തൊഴിലെടുത്ത് ജീവിക്കുന്നവരുടെ വോട്ട് ബാങ്ക് ഇല്ലാത്തവരാണ്, പാവപ്പെട്ടവരാണ്, ഭൂരിപക്ഷ സമുദായത്തിലെ അംഗങ്ങളാണ്. വല്ല മലപ്പുറത്തോ മറ്റോ ആയിരുന്നെങ്കിൽ പിണറായി വിജയൻ അവിടെ ഓടിയെത്തുമായിരുന്നു.
മുസ്ലിം വർഗീയ ശക്തികളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഭംഗിയായി നടക്കുന്നുണ്ട്. പാലൊളി കമ്മിറ്റി ഉണ്ടാക്കി ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം ആനുകൂല്യം കൊടുക്കുന്ന വിവേചനപരമായ ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടുത്തെ പരമ്പരാഗത വ്യവസായം നടത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ഒരു വിലയുമില്ല. അവർക്ക് പട്ടിണി കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല. ഡൽഹിയിലേക്ക് ട്രാക്ടർ ഓടിച്ചു പോവുകയാണ്. CPM-ഉം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പാമ്പും കീരിയും എല്ലാം കൂടി ട്രാക്ടർ എടുത്ത് ഡൽഹിയിലേക്ക് പോവാണ്. മിസ്റ്റർ രാഹുൽ ഗാന്ധി, മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ഡൽഹിയിലേക്ക് ട്രാക്ടർ ഓടിച്ചു പോകുന്നതിന് പകരം നമ്മുടെ കേരളത്തിലെ കുട്ടനാട്ടും പാലക്കാട്ടും ആലപ്പുഴയിലും സമീപ സ്ഥലങ്ങളിലുമെല്ലാം പതിനായിരക്കണക്കിന് നെൽ കർഷകരാണ് അവരുടെ ജീവിതം വഴിമുട്ടിയിരിക്കുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നെല്ല് കൊയ്യാൻ സമയത്തിന് കൊയ്ത്ത് യന്ത്രങ്ങൾ നിങ്ങൾ കൊടുക്കുന്നില്ല. സമയത്തിന് മെതിയന്ത്രങ്ങളില്ല. മഴ വരുന്നതിന് മുമ്പ് നെല്ലുകൾ സംഭരിക്കാൻ നിങ്ങളുടെ കയ്യിൽ സംവിധാനമില്ല. സംഭരിച്ച നെല്ലിന് നിങ്ങൾ കാശ് കൊടുക്കുന്നില്ല. നെൽ കർഷകർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. കേരളത്തിൽ ഒരു നടപടിയും നിങ്ങളുടെ ഭാഗത്തുനിന്നില്ല. ഒരു മിനിമം സപ്പോർട്ട് പ്രൈസും നിങ്ങളിവിടെ കൊടുക്കുന്നില്ല. കേരളത്തിൽ പച്ചക്കറി ഉണ്ടാക്കുന്ന തക്കാളി, വെണ്ടക്ക, സവോള, കൈപ്പക്ക ഇതെല്ലാം ഉണ്ടാക്കുന്ന കർഷകർ ധാരാളമുണ്ട്. എന്താണ് അവരുടെ താങ്ങുവില? പച്ചക്കറി കർഷകർക്ക്, നെൽ കർഷകർക്ക്, നാളികേര കർഷകർക്ക് കേന്ദ്ര സർക്കാർ മിനിമം സപ്പോർട്ട് പ്രൈസ് കൂടുതലായി കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. മോദി സർക്കാരാണ് കൊടുക്കുന്നത്. നിങ്ങൾ എന്ത് കൊടുത്തു കേരളത്തിൽ? എന്താണ് നിങ്ങളുടെ വികസന സങ്കല്പം? എന്താണ് നിങ്ങളുടെ കേരളത്തിന്റെ താല്പര്യം നിങ്ങൾ സംരക്ഷിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒന്നും ചെയ്യാത്ത മുന്നണികൾ, വഞ്ചകരായ മുന്നണികൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വർഗീയ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വോട്ട് പിടിക്കുകയാണ്. മതഭീകരവാദികളെ കൂട്ടുപിടിച്ച് വോട്ട് പിടിക്കുകയാണ്. ഇവിടെ തേജസ്വി സൂര്യ പറഞ്ഞു നന്ദുവിന്റെ വീട്ടിൽ പോയ കാര്യം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരൊറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ. എല്ലായിടത്തും മതഭീകരവാദികൾ ശക്തിപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ 1921 മാപ്പിള ലഹളയുടെ ആവിഷ്കാരമുണ്ടായി. അതേ വേഷവിധാനം, അരപ്പട്ട, വാളുകൾ. എന്നിട്ട് അവർ പറയുന്നു ആ 21 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. മുസ്ലിം തീവ്രവാദികളുടെ ഭീഷണിയാണ്.